ഞാൻ കവിതാസ് പോസിറ്റീവ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ? കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ പ്രസ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കൂ. അപ്പോൾ സൂപ്പിന് വേണ്ട സാധനങ്ങൾ: മഷ്റൂം, തക്കാളി കുറച്ച് മതി, എല്ലാം കുറേശ്ശെ വെജിറ്റബിൾസ് എല്ലാം കുറേശ്ശെ മതി. കുറച്ച് മഷ്റൂം, തക്കാളി, ഒരു ചെറിയ തക്കാളി, എല്ലാം ചെറുതായി അരിയണം. കുറച്ച് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് റാഡിഷ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മത്തങ്ങ, ഇത് കോളിഫ്ലവറാണിത്. കുറച്ച് 2-3 ഫ്ലവർ എടുക്കണം, അത് ചെറുതായിട്ട് അരിയുക. പിന്നെ കുറച്ച് പാലക്കിൻ്റെ ഇല അരിഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക്, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള സ്പ്രിംഗ് ഓണിയൻ എടുക്കാം, അങ്ങനെ പല വെജിറ്റബിൾസ്, ഉള്ളി വേണേൽ ഇടാം, പിന്നെ ചീരയില ഇടാം, അങ്ങനെ പല വെജിറ്റബിൾസ് വേണേലും നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് റാഗിപ്പൊടി വെള്ളത്തിൽ കലക്കിയത്. ഇത് ഈ ടേബിൾ സ്പൂണിന് 2 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കി വെക്കണം. പിന്നെ കുരുമുളക് പൊടി 1 പിഞ്ച്, ഉപ്പ്, പിന്നെ കുറച്ച് ബട്ടർ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സൂപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വെജിറ്റബിൾസ് എല്ലാം കൂടി നമ്മൾ ഇട്ട് അതിലേക്ക് നെകക്ക ചൂടുവെള്ളം ഒഴിക്കുക. നെകക്ക ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നന്നായി ഇളക്കി ഇത് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഈ സൂപ്പിൽ ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് മാഗി ചേർക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ മാഗി ഇല്ലേ, ആ മാഗിയിൽ കുറച്ച്. അപ്പോൾ മാഗി കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ചേർക്കാവൂ, അതിങ്ങനെ ലിക്വിഡായിട്ട് കിടക്കണം, പക്ഷേ അത് മാഗി ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടണം, ആ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇത് ലാസ്റ്റ് മാഗി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഹാഫ് ബോയിലായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച മാഗി കുറച്ച് ചേർക്കാവൂ, വളരെ കുറച്ച് മാഗി അതിലേക്ക് ചേർക്കുക. മാഗി ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി ഈ മാഗി നന്നായിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ കിടന്ന് മാഗി നന്നായിട്ട് വേവണം. അത് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇത് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തു. ഇതിൽ നമുക്ക് റാഗിപ്പൊടി കുഴച്ച് വെച്ചേക്കുന്നത് ഒഴിക്കുക. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കുക. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ഈ സൂപ്പ് നല്ല തിക്കാവും. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ റാഗിപ്പൊടി കലക്കിയത് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുക്കാവണം. അത് തിക്കാവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇത് നല്ല കറക്റ്റാണിത്. നോക്കാം, മാഗി കണ്ടോ, കുറച്ച് മാഗി ഇട്ടുള്ളതുകൊണ്ട് മാഗി നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ കഴിക്കാൻ കിട്ടും. ഇങ്ങനെ നല്ല ലിക്വിഡായിട്ടാണ് ആ റാഗിയുടെ ചേർത്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആ തിക്നെസ് ഉണ്ട്, സൂപ്പിൻ്റെ കറക്റ്റ് തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി, 1 പിഞ്ച് കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില മുകളിൽ നിന്ന് ചേർക്കാം. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് റെഡി. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ലാസ്റ്റിൽ ഇതിൽ കുറച്ച് ബട്ടർ ചേർക്കണം. നോക്കാം, ബട്ടർ ചേർത്താലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ബട്ടർ മസ്റ്റായിട്ട് ചേർക്കണം. ബട്ടർ ചേർത്ത് ആ ചൂടോടുകൂടി നല്ലതായിട്ട് ഇളക്കുക. നമ്മുടെ ടേസ്റ്റി സൂപ്പ് റെഡി.